ജയന്ത മഹാപാത്രയുടെ ഡോൺ അറ്റ് പുരി എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ പോവാം. സോ ജയന്ത മഹാപാത്ര ഒരു ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. കട്ടക്കിലെ ഒഡീഷയിലെ കട്ടക്ക് എന്നുള്ളൊരു സ്ഥലത്ത് ക്രിസ്ത്യൻ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. സോ ഫുൾ ടൈം റൈറ്റർ ആവുന്നതിന് മുന്നേ ഹി വർക്ക്ഡ് ആസ് എ പ്രൊഫസർ ഓഫ് ഫിസിക്സ്. കട്ടക്കിലെ ഒരു റേവൻ ഷോ കോളേജിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തത്. സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പോയിട്രി നമുക്കൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രിസൈസ് ആൻഡ് ക്ലിയർ ആണ്. പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ് ജയന്ത മഹാപാത്ര. അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള പോയട്രി കളക്ഷനാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ്, കൾച്ചർ, ഹിസ്റ്ററി, ഒറീസ അതായത് ഒഡീഷയിലെ ട്രഡീഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഗ്ലോറിയെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹവും നമ്മുടെ AK രാമാനുജൻ്റെ കണക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഹാർഷ് റിയാലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പോവർട്ടി, ഹങ്കർ, ലോൺലിനെസ്, സഫറിങ്, ഹ്യൂമൻ ഐസൊലേഷൻ ഇതൊക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ട്, ടെമ്പിൾ എന്നുള്ള വർക്കുണ്ട്, റെയിൻ ഓഫ് റൈറ്റ്സ് എന്നുള്ള വർക്കുണ്ട്, RITES. ജയന്ത മഹാപാത്രയുടെ പോയട്രിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡേണിസ്റ്റ് സ്റ്റൈലിലാണ് എഴുതുന്നത്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്യും. പിന്നെ ഒഡീഷയിലായിരിക്കും ഇത് മിക്കവാറും ഉള്ള റൈറ്റിങ്സ് ഒക്കെ, പോംസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡെത്ത്, പോവർട്ടി, സഫറിങ്, ലോൺലിനെസ് ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡോൺ അറ്റ് പുരി എന്നുള്ള പോം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് നോൺ പോമാണ്. എ റെയിൻ ഓഫ് റൈറ്റ്സ് എന്നുള്ള കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഡോൺ അറ്റ് പുരി എന്നുള്ള പോം. പുരി എന്നുള്ള സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുരി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഹോളി പിൽഗ്രിമേജ് സെൻറ്ററാണ്. എന്ന് വെച്ചാൽ അവിടെ ജഗന്നാഥ് ടെമ്പിളുണ്ട്. അതിൻ്റെ സീ ഷോറിലാണ് ഈ ടെമ്പിളൊക്കെ വെച്ചേക്കുന്നത്, ബിൽഡ് ചെയ്തേക്കുന്നത്. സോ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്ങിനെ കുറിച്ചല്ല ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഡിസ്റ്റർബിങ് ഇമേജസിനെ കുറിച്ചാണ് പറയുന്നത്. കാക്കകളെക്കുറിച്ച്, ഹ്യൂമൻ സ്കള്ള് തലയോട്ടിയെക്കുറിച്ച്, ഹംഗ്രി പീപ്പിളിനെക്കുറിച്ച്, വിധവകളെക്കുറിച്ച്, പിന്നെന്താണ് ഫ്യൂണറൽ പയർസ് എന്ന് വെച്ചാൽ മറ്റേ ശവടക്കിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. സോ ഈ ഇമേജസിലൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഹോളി ടൗണിൻ്റെ സേക്രഡ്നെസ് ഉണ്ടല്ലോ, ഡിവിനിറ്റി, അതിനോടൊപ്പം തന്നെ ആ ടൗണിലുള്ള ആളുകൾ സഫർ ചെയ്യുന്നതായിട്ടും പോവേർട്ടിയും ലോൺലിനെസ്സും ഹ്യൂമൻ ലൈഫിൻ്റെ മോർട്ടാലിറ്റിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻസ വൈസ് സമ്മറി നമുക്ക് നോക്കാം. സ്റ്റാൻസ 1-നകത്ത് പോം ഓപ്പൺ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് അതായത് പുരിയിലെ നമ്മുടെ ബീച്ചിൻ്റെ ഈവനിങ് ആണ് കാണിക്കുന്നത്. ഈവനിങ്ങിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്രൈബിങ് ഒരു പീസ്ഫുൾ സൺറൈസിനെ കുറിച്ച് പറയുന്നതിന് പകരം മോർണിംഗിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. രാവിലെ നടക്കുന്നൊരു സീനാണ്. രാവിലെ അപ്പോൾ പല ടൈപ്പ് ആളുകൾ അമ്പലത്തിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു രാവിലെ മോർണിംഗ് സീനല്ല കാണിക്കുന്നത് അദ്ദേഹം. അപ്പം പോയിട്ട് നോട്ടീസ് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് കാക്കകൾ കരയുന്നു, ഹ്യൂമൻ സ്കൾസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈ ചെയ്ത് കിടക്കുന്നു. എന്ന് വെച്ചാൽ ഹ്യൂമൻ സ്കൾസ് എവിടെ നിന്നായിരിക്കും? ഈ ആളുകൾ വന്ന് ഡെഡ് ബോഡീസൊക്കെ കത്തിക്കുമല്ലോ. നമ്മൾ ഈ കാശി അവിടെയൊക്കെ പോകത്തില്ലേ എന്ന് വെച്ചാൽ ആളുകൾ ഈ പിന്നെ ഓരോന്ന് ഒഴുക്കാനും മരിക്കുമ്പോൾ ചതയിൽ അടക്കാനൊക്കെ സംസ്കരിക്കാനൊക്കെ പോകുമല്ലോ. സോ അവിടെ ഇങ്ങനെ ഈ കാക്കകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ശവമടക്ക് നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ, ക്രിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കൾസൊക്കെ കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിടും. അപ്പോൾ ആ സ്കൾസ് എല്ലാം അവിടെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് അൺസെറ്റിലിംഗ് ആയിട്ടുള്ള ഇമേജസ് ആണ്. കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിയെക്കുറിച്ചല്ല ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ സ്കള്ള് കാണുമ്പോൾ നമുക്ക് ഹങ്കറിനെക്കുറിച്ചും പോവർട്ടിയെക്കുറിച്ചും ആളുകളുടെ സഫറിങ്ങിനെ കുറിച്ചുമാണ് റിമൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സാഡ്നെസ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്പിരിച്വൽ പീസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു ഇമേജ് വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഈ പോയത്തിന് കൊടുക്കുന്നത് അല്ലേ. സാധാരണ നമ്മളൊരു ഡിവൈൻ ടെമ്പിളിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിവിനിറ്റിയെക്കുറിച്ചും ദൈവത്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഡെത്തിനെക്കുറിച്ചും പോവർട്ടിയെക്കുറിച്ചുമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് ഈ കാക്കകളുടെ ഇമേജൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു DK അല്ലെങ്കിൽ മോർട്ടാലിറ്റിയെക്കുറിച്ച് പറയുവാണ്. സ്റ്റാൻസ 2-നകത്ത് പോയിറ്റിൻ്റെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ബീച്ചിൽ നിന്ന് അവിടെയുള്ള എൽഡേർലി വിഡോസിനെ കുറിച്ചാണ്. അവരെല്ലാം വൈറ്റ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, വിധവകൾ. അപ്പോൾ അവർ പേഷ്യൻ്റായിട്ട് ഭയങ്കര ക്ഷമയോടുകൂടി ജഗന്നാഥ് ടെമ്പിളിൻ്റെ ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് പ്രേയേഴ്സ് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം ചിലപ്പോൾ യങ് ഏജിൽ വിഡോസായിട്ട് വന്ന് ഇവിടെ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ആ ആക്റ്റീവ് ഇയേഴ്സ് ആ യൂത്ത് എല്ലാം സ്പെൻഡ് ചെയ്ത് ഇവിടെ തന്നെ ആയിരിക്കും, ആ ഒരു റിലീജിയനിലും ഇമോഷണൽ കംഫർട്ടിലും ഒക്കെ. അപ്പോൾ അവരിപ്പോൾ അവരുടെ ലൈഫ് വളരെ എംറ്റി, ലോൺലി ആണ്, ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ വിഡോസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിധവകളാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ അമ്പലത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു വെള്ള വസ്ത്രം ധരിച്ച്. അപ്പോൾ അവർ ലോൺലിനെസ്സിനെ, സൊസൈറ്റി അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത്.
അതായത് ആ വിഡോസിൻ്റെ ഹാർഷ് കണ്ടീഷൻസ് ആണ്. ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ വന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാറി മുട്ടയൊക്കെ അടിച്ച് വെള്ള സാരി കൊടുത്ത് ഇങ്ങനെ നിൽക്കണം. ഓക്കെ. അപ്പം സ്റ്റാൻസ 3 പറയുന്നതെന്ന് വെച്ചാൽ വിഡോസിൻ്റെ ഐസിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ണുകളെക്കുറിച്ച്. അവരുടെ ഐസ് ലൈഫ്ലെസ് ആയിട്ടും ഹോപ്പ്ലെസ് ആയിട്ടുമാണ് പോയിറ്റിന് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവരെന്തോ ഒരു നെറ്റിൽ ട്രാപ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജീവികളെ പോലെയാണ് ആർക്ക് തോന്നുന്നത്, പോയിറ്റിന് തോന്നുന്നത്. വെച്ചാൽ അവർക്ക് ഭർത്താവ് മരിച്ചു പോയല്ലോ, അപ്പോൾ വിഡോ റീമാരേജ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. സോ അവർ എന്ത് പറ്റും, അവർ ഹെൽപ്ലെസ് ആയിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ വന്ന് അവരുടെ ശിഷ്ടകാലം അവർ അവിടെ ജീവിച്ച് മരിക്കണം, അങ്ങനെയാണ്. സോ അവർക്ക് വേറെ ഒന്നും ഇല്ല, അവർക്ക് ബാക്കിയുള്ളവരുടെ കണക്കൊരു ഹാപ്പി ലൈഫൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരവിടെ താമസിക്കണം. അപ്പോൾ അവർ ട്രാപ്ഡ് ആയ ഫീലിംഗ് ആണ്, അവരുടെ സഫറിങ് ആണ് കാണിക്കുന്നത്. പക്ഷേ അവർ പിന്നെ റിലീജിയസ് ഫെയ്ത്തിനോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം എന്താ പറയുക, അതാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫെയ്ത്താണ് അവരെ ഇമോഷണലി അലൈവായിട്ട് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഡോസിനെ ഒരു ട്രാപ്ഡ് ക്രീച്ചറായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡിവോഷൻ അവരുടെ സിൻസിയറാണ്, പക്ഷെ അവർ ലോൺലിയാണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇതിനകത്ത്. സ്റ്റാൻസ 4 ഡേ ലൈറ്റ് വരുവാണ്, നമ്മുടെ പതുക്കെ സൂര്യൻ ഉദിച്ചു വരുന്നു. പോയിട്ട് നോട്ടീസ് ചെയ്യുന്നു കുറച്ച് ഷെൽസ് ബീച്ചിൻ്റെ അവിടെയൊക്കെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നു. ഈ ഷെൽസും വിഡോസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. അതായത് ഈ ഷെൽസ് കാണുമ്പോൾ ഇവർക്ക് നമ്മുടെ പോയിറ്റിന് വിഡോസിനെ ഓർമ്മ വരുവാണ്. എന്നുവെച്ചാൽ ഷെല്ലെന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ചിപ്പി അകത്ത് എംറ്റി ആണ് അല്ലേ, അബാൻഡൻ്റ് ആണ്, കളഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകളും ഈ വിഡോസും. അപ്പോൾ അതും ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു എംറ്റിനെസ് അല്ലെങ്കിൽ ലോൺലിനെസ്സിനെയാണ് കാണിക്കുന്നത്. സ്റ്റാൻസ 5 പോയിട്ട് സഡനിലായിട്ട് നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂണറൽ പയറിൽ നിന്ന് സ്മോക്ക് റൈസ് ചെയ്യുന്നത് ബീച്ചിൻ്റെ സൈഡിൽ. അപ്പം അത് ഡെത്തിലോട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ എല്ലാ ഹ്യൂമൻ ലൈഫ് ഇവൻച്വലി മരിക്കും, ഇവൻച്വലി മരണത്തിലാണ് അവസാനിക്കുന്നത്. ആ മോർട്ടാലിറ്റിയെക്കുറിച്ചും ഡെത്തിൻ്റെ ഇന്നവിറ്റബിലിറ്റിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. വെച്ചാൽ മരണം എന്തായാലും സംഭവിക്കും, ആ ഒരു ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്സും ഷെയർ ചെയ്യുന്നൊരു കോമൺ ഡെസ്റ്റിനിയാണ്. സ്റ്റാൻസ 6 വീണ്ടും എന്താണ്, ഫ്യൂണറൽ പയറിൻ്റെ സൈറ്റാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ, ഏജ്ഡ് മദറിനെ ഓർമ്മ വരുവാണ്. അപ്പോൾ അവർക്കും ഇതുപോലെയുള്ള ലാൻഡിൽ അവരുടെ നേറ്റീവ് പ്ലേസിൽ ഇതുപോലെ ക്രിമേറ്റഡ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള പേഴ്സണൽ ടോണിനാണ് ഈ പോം എൻഡ് ചെയ്യുന്നത്. പോവർട്ടിയിലും ഡെത്തിലുമാണിത്. പിന്നെ പോവർട്ടിയിലും ഡെത്തിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പേഴ്സണൽ മെമ്മറിയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു സോഷ്യൽ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു മെഡിറ്റേഷനിലൂടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്താണ്, ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തുള്ള ഹി സഡൻലി റിമെമ്പേഴ്സ് ഹിസ് മദർ. അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ്ങും മെമ്മറിയും ലവും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് വരുന്ന മേജർ തീം എന്ന് പറയുമ്പോൾ പോവർട്ടി ഉണ്ട്, ഹങ്കർ ഉണ്ട്, ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, മോർട്ടാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, റിലീജിയസ് ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ പുരി എന്ന് പറയുന്നത് ഒരു ഹോളി സിറ്റിയാണ്. പക്ഷേ അവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ അത്ര ഡിവൈൻ ആയിട്ടുള്ള കാഴ്ചകളല്ല, ആളുകൾ സഫർ ചെയ്യുന്ന കാഴ്ചകളാണ് കൂടുതലായിട്ടും ഉള്ളത്. സോ അത് ഇവിടുത്തെ ഒരു ഐറണിയാണ്. ഓക്കെ. ലാസ്റ്റ് വന്നിട്ട് മെമ്മറി ആൻഡ് ഫാമിലിയെക്കുറിച്ച് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്.